ഞങ്ങളുടെ ചെറിയ ഗ്രാമമായ പുന്നലയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഞങ്ങളുടെ കൊട്ടാരത്തിലെ പൊങ്കാല മഹോത്സവം, രണ്ട് ഏപ്രിൽ 14-ാം തീയതി കൊടിയേറുന്ന ഞങ്ങളുടെ പുന്നല ശിവക്ഷേത്രത്തിലെ ഉത്സവം. പക്ഷേ ഇന്ന് നമ്മൾ കൊട്ടാരത്തിലെ ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേക്കാണ് പോകുന്നത്. രാവിലെ പൊങ്കാലയാണ്. അപ്പം നമ്മൾ തലേ ദിവസം റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ. സോ നമ്മൾ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നമ്മുടെ ആ വഴിയിലൂടെ നമ്മളിങ്ങനെ രാവിലെ പോവാട്ടോ. നമ്മൾ 5:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്താട്ടോ. പക്ഷെ നമ്മൾ കാറിൽ വരാനുള്ള റീസൺ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ളത് കൊണ്ടാണ്. ഇപ്രാവശ്യമാണെങ്കിൽ വയലിൽ നെല്ലില്ല. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ നെല്ലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ ആ സൈഡൊക്കെ കാണാനായിട്ട്. എന്റെ നാടിനെ പൊക്കി പറയുന്ന വിചാരിക്കരുത്, ഭയങ്കര രസമായിട്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. നല്ല നാട്ടും പുറമാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറി. അതായത് ഓരോ വർഷം ഓരോരോ മാറ്റങ്ങളാണ്. അതായത് ആ പഴയ ഭംഗികളൊക്കെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. എങ്കിലും അടിപൊളിയാണ്. ഇനി കനാലിൽ വെള്ളം ഇടുമ്പോഴാണ് സൂപ്പർ ആവുന്നത്. അത് ഞാൻ വെള്ളം ഇടുമ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകും കേട്ടോ, കാണിച്ചു തരാമേ. എന്റെ സെറ്റും മുണ്ടും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എഴുതിയ കേട്ടോ. അപ്പൊ അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. 450 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല നൈസ് കോട്ടന്റെ സെറ്റ് മുണ്ടുമായിരുന്നു. പിന്നെ ബ്ലൗസ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് തയ്പ്പിച്ചതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കോസ്റ്റ്യൂമിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉടുത്താൽ ചേരും എന്നുള്ള കോൺഫിഡൻസ് കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ കൊല്ലത്തെ അമ്മൂമ്മ കൊട്ടാരത്തിലെ പൊങ്കാലം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇട്ടു. അതിൽ സന്തോഷം കൂടുതൽ എന്താണെന്ന് അറിയാം, നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ വീടൊക്കെ വെച്ചു. ആ വീട്ടിൽ നിന്നൊക്കെ പോയപ്പം കുറച്ചുകൂടി പ്രൗഡാണ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇട്ടപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരുന്നു, ഞങ്ങളുടെ വീടെന്നുള്ള സ്വപ്നം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണേ ദേവി. പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ കഞ്ഞിയും കറി ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല വയറ് നിറച്ച് കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിവേദ്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അവിടുന്ന് വൈകുന്നേരം ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോകും കേട്ടോ. ഇനി ബാക്കി കഥകൾ ഒരുപാടുണ്ട്. ഇതിന്റെ ലോങ് വീഡിയോസിൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.